ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ ഗ്ലാമർ വണ്ടി. നമ്മളത് സർവീസിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനുമായിട്ട് നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാക്കിൽ ബ്രേക്ക് ഷൂ കുഴപ്പമൊന്നുമില്ല. ഇത്തവണത്തെ വേണ്ടി നമുക്കതൊന്ന് ക്ലീൻ ചെയ്താൽ അത്യാവശ്യം തേയ്മാനം വന്നിട്ടുണ്ട് ബ്രേക്സിന്. എന്നാലും ഇത്തവണത്തെ വേണ്ടി ഒന്ന് ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെ ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാനുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്, ചെയ്യാൻ ടൈറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഓയിലിംഗ് പീസൊക്കെ കൊടുത്തിട്ട് നമുക്ക് റീസെറ്റ് ആക്കാം. അതുപോലെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്ററൊക്കെ നല്ല ഫിൽറ്ററാണ്, നല്ല പുതിയ ഫിൽറ്ററാണ് നൽകുന്നത്. ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ പ്ലഗ് ആയാലും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാനായിട്ടുണ്ടോ, എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്. അത് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോൾ വണ്ടി ഹാൻഡിലിനെ നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞാൽ ഓൾറെഡി കോൺസെപ്റ്റിൻ്റെ ചെറിയൊരു അടി കാണിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മാത്രമല്ല, ഈ ടയറിൻ്റെയും കൂടി പ്രശ്നമാണ്. ടയറ് ഉണ്ട്, റീസോളിങ് ടയറാണ്. ഈ ടയർ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വണ്ടി വെട്ടലും അതുപോലെ ടൈറ്റും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്താൽ പിന്നെ ഈ ടയർ മാറ്റുന്ന കൂട്ടത്തിൽ നമുക്ക് ആ കോൺസെപ്റ്റും കൂടി മാറേണ്ടി വരും. അതുപോലെ തന്നെ നമുക്കതിൻ്റെ ഫ്രണ്ടിലെ ഡിസ്ക് പാഡൊക്കെ നമുക്കൊന്ന് അയച്ച് ക്ലീൻ ചെയ്യാം. പാഡൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അതിൽ, അപ്പോൾ അയച്ച് ക്ലീൻ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി നിലവിലിരിക്കുന്ന ബാറ്ററി 2024 മോഡൽ ആംബ്രോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാൽ പോലും നമ്മളെ ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. നമ്മളതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.99 വോൾട്ട് കാണിക്കുന്നത്. ആ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ കാണിക്കരുത്. ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പച്ച ലൈറ്റാണ് കത്തിരിക്കുന്നത്. വേറെ ബാറ്ററിക്ക് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. വേറെ പിന്നെ പറയത്തൊക്കെ വേറെ കംപ്ലൈൻറ്റ്സ് ഒന്നുമില്ല. പിന്നെ നമ്മളെ ഇതിൻ്റെ വണ്ടിയുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല, പൊല്യൂഷൻ തീർന്നു കിടക്കുകയുണ്ടോ. അപ്പോൾ നമ്മൾ അതുകൂടെ ഒന്ന് എടുത്തുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കസ്റ്റമർ നേരിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൊല്യൂഷൻ കിട്ടില്ല. നമ്മളത് ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ആ പൊല്യൂഷൻ പാസ്സാവുള്ളൂ. എന്നാലും ചില വണ്ടികൾക്ക് പാസ്സാവുന്നില്ല. അപ്പോൾ നമ്മൾ ആ പൊല്യൂഷനും കൂടി ഒന്ന് എടുത്തു തരാം കേട്ടോ. ഓക്കെ, ഞാൻ അതടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം, പൊല്യൂഷൻ അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. എഞ്ചിൻ ഓയിൽ, പൊല്യൂഷൻ എല്ലാം കൂടി നോക്കിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.